സ്നേഹമുള്ളവരെ, നോവിൻ്റെ നോമ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുരിശിൻ്റെ വഴിയിലെ 11ാമത്തെ സ്ഥലമാണ് വിചിന്തനം ചെയ്യുവാനായിട്ട് പോകുന്നത്. പടയാളികൾ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ പടയാളികൾക്ക് അറിയില്ല തങ്ങൾ കുരിശിൽ തറയ്ക്കുന്ന വ്യക്തി കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്ന്. മറ്റ് രണ്ട് കുറ്റവാളികളെ പോലെ തന്നെ യേശുവിനെയും അവർ കുരിശിൽ തറച്ചു. പടയാളികളുടെ കയ്യിലെ ചുറ്റികയും ആണിയും ഒരു പ്രതീകമാണ്. ആധുനികത നമ്മുടെ കയ്യിൽ നൽകിയിട്ടുള്ള ചുറ്റികയും ആണിയുമാണല്ലോ മൊബൈൽ ഫോൺ. നമ്മളും എത്രയോ പേരെയാണ് ദിവസവും അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ കുരിശിൽ തറച്ചിട്ടുള്ളത്. ഒരു ലൈക്കിലൂടെ, ഒരു ഷെയറിലൂടെ എത്രയോ ഫേക്ക് ന്യൂസുകളാണ് നമ്മൾ ദിവസവും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഹോസ്റ്റലിൽ നിന്ന് അവൻ്റെ കൂട്ടുകാരൻ വീട്ടിലേക്ക് പോയിട്ട് മാസം 1 ആയി. വിരസത മാറ്റുവാൻ മൊബൈലെടുത്ത് ഫേസ്ബുക്കിലൂടെ അവൻ തൻ്റെ വിരലുകൾ ഓടിച്ചു. കുറിയുടെ പേരിൽ വലിയ തട്ടിപ്പ്. നാട്ടുകാർ കുറി നടത്തിയ ആളെ തടഞ്ഞു വെച്ചു. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പോസ്റ്റ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ അതിനോട് കൂടെ കൊടുത്തിരുന്ന ലിങ്കിലമർത്തി യൂട്യൂബിലേക്ക് കയറി. യൂട്യൂബിലെ വിശദാംശങ്ങൾ നോക്കുന്നതിനിടയിലാണ് പുറകിലൂടെ അവൻ്റെ കൂട്ടുകാരൻ അവൻ്റെ അടുത്തേക്ക് എത്തിയത്. ഷെയർ ചെയ്ത ന്യൂസ് കണ്ട് കൂട്ടുകാരൻ അവനോട് ചോദിച്ചു, നിനക്ക് ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? അത് സത്യമായിരിക്കില്ലേ? അല്ലാതെ ഇത്രയും ലൈക്കും ഷെയറുമെല്ലാം കിട്ടുമോ ഈ ഒരു ന്യൂസിന്? അല്ല, അത് ശരിയല്ല. അത് നിനക്കെങ്ങനെ അറിയാം? അത് എൻ്റെ പപ്പയാടാ. പപ്പയെ കൂട്ടുകാർ ചതിച്ചതാ. ഒരാഴ്ച മുൻപ് എൻ്റെ പപ്പ ആത്മഹത്യ ചെയ്തു. ദൈവമേ, സത്യാവസ്ഥ അറിയാതെ ഒരു ലൈക്കിലൂടെയും ഷെയറിലൂടെയും എത്രയോ പേരെ ഞാൻ ദിവസവും ക്രൂശിച്ചു കൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഓരോ വാർത്തയുടെയും പുറകിലുള്ള സത്യാവസ്ഥ അന്വേഷിക്കുവാൻ ഞാൻ മെനക്കെടാറില്ല. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ആമേൻ.